സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം അതെന്താണെന്ന് ഞാൻ പറയുന്നതിന് മുൻപ് നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അതായത് പിണറായി വിജയൻ ചെയ്യുമ്പോഴെല്ലാ കാര്യങ്ങളും വലിയ ധൂർത്താണ്. പിണറായി വിജയൻ ചെയ്യുന്നത് വലിയ ധൂർത്ത് അല്ലെങ്കിൽ ആർഭാടകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ വാടക വീട്ടിൽ താമസിക്കാൻ തന്നെ 11 ലക്ഷം രൂപ വില വരുന്ന കട്ടിലുകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അയാൾ ഉപയോഗിക്കുന്നതെന്നാണ് നമ്മുടെ ഈ നാട്ടിലെ ചില ഈ രാഷ്ട്രീയം പറയുന്ന മാമന്മാരൊക്കെ പറയുന്നത്, അല്ല മാമച്ചിമാരൊക്കെ പറയുന്നത്. അതെന്ത് വാർത്തയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരോ ഒരു ഈ പറയുന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പടച്ചു വിട്ടിരിക്കുന്ന കുറേ സാധനങ്ങൾ എടുത്തിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫേസ്ബുക്കിൽ വരുന്ന ചെറിയ മുറി വീഡിയോയുടെ അറ്റം ഈ മൂലയൊക്കെ കണ്ടിട്ട് ഇങ്ങനെയാണ് വാർത്ത എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറച്ച് ആളുകൾ. ഈ ആളുകളൊക്കെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ ആർഭാടത്തിൻ്റെ അങ്ങേ അറ്റമായിരുന്നു. ആർഭാട ജീവിതം നയിച്ച് ജനങ്ങൾക്ക് പിണറായി വിജയനെ മടുത്തത് കൊണ്ട്, പിണറായി വിജയൻ ജനങ്ങൾക്കൊപ്പം നിൽക്കാത്തത് കൊണ്ട് ജനങ്ങൾ തോൽപ്പിച്ചു വിട്ടു എന്നാണ് പറയുന്നത്. തോൽപ്പിച്ചു വിട്ടു എന്ന് പറഞ്ഞാൽ ഓക്കെ, അത് തോൽപ്പിച്ചു വിടുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഒരു ബേസിക് സ്വഭാവമാണല്ലോ ഈ നന്ദികേട് എന്ന് പറയുന്ന സാധനം. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ നല്ല മനുഷ്യനില്ലാത്തൊരു സാധനവും മനുഷ്യൻ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ഒരു സാധനവും നന്ദികേട് തന്നെയാണ്. അപ്പം അങ്ങനെ പിണറായി വിജയനെ ഒരു നന്ദികേട് കാണിച്ച് എല്ലാവർക്കും വേണ്ടി ചെയ്തു കൊടുത്തിരുന്ന ഒരു മനുഷ്യനെ നന്ദികേടിൽ കൂടി തോൽപ്പിച്ചു വിട്ട കേരളത്തിലെ ജനത, അവരെപ്പറ്റി നമുക്ക് കൂടുതലൊന്നും പറയേണ്ട ആവശ്യകതയില്ല. അപ്പോൾ പിണറായി വിജയൻ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണ്? പിണറായി വിജയൻ്റെ ആർഭാട ജീവിതത്തിന് വേണ്ടിയിട്ട് പൊതുഖജനാവിൽ ഒന്നുമില്ലാതെ ഇരിക്കുന്ന സമയത്തും പൊതുകടം എടുത്തെടുത്തെടുത്ത് പൊതുഖജനാവിനെയും കേരളത്തിനെയും വലിയ കടക്കണിയിലാക്കുന്ന സമയത്തും പിണറായി വിജയന് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ വേണം. നമ്മളെല്ലാവരും ആ സമയത്ത്, ഞാനടക്കമുള്ള ആളുകൾ ചിന്തിച്ചാണ്, എന്തിനാണ് ഈ ഹെലികോപ്റ്റർ ഇപ്പോൾ വാങ്ങുന്നത്? ഇത്രയും സാമ്പത്തിക സ്ഥിതി മോശമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പൊതുഖജനാവിനെ വീണ്ടും കടത്തിൽ കയറ്റി വെച്ചുകൊണ്ട് പോകാനാണോ ഈ പരിപാടി ചെയ്യുന്നതെന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് എല്ലാ മാധ്യമങ്ങളും അതിന് ചിന്തിക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ അതിൽ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അപ്പോൾ പിണറായി വിജയന് വേണ്ടിയിട്ട്, പിണറായി വിജയൻ്റെ മകളായിട്ടുള്ള വീണ ജോർജിനും ഈ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസിനും ഒക്കെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടും പിണറായി വിജയൻ അപ്പുറത്തെ ചന്ത വരെ പോയി മീൻ മേടിക്കാനും ഒക്കെ ആയിട്ടാണ് ഹെലികോപ്റ്റർ എടുത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ ഈ വാർത്തകൾ പങ്കുവച്ചത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പങ്ക് വഹിച്ചൊരു മാധ്യമം മീഡിയ വണ്ണാണ്. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്ന് പറയാൻ വന്നിരിക്കുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ പറയാൻ പോകുന്നത് മീഡിയ വണ്ണിനെ പറ്റി തന്നെയായിരിക്കും. അപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും, ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലും മുഖ്യന് സഞ്ചരിക്കാൻ ഹെലികോപ്റ്റർ വേണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ സമയത്ത് പിണറായി വിജയൻ്റെ ആ ഒരു വാർത്ത, അല്ലെ പിണറായി വിജയനെതിരെയുള്ളൊരു വാർത്ത ഈ മീഡിയ വൺ പങ്കുവെച്ചത്. ഞാൻ ഈ സൈഡിൽ ആഡ് ചെയ്യും ഈ ഒരു സാധനം. അതിൽ പറഞ്ഞിരിക്കുന്നത്, ഇത് 24 ഡിസംബർ 2025 പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന് 4 കോടി അനുവദിച്ച് ധനവകുപ്പ്. അതായത് മുഖ്യമന്ത്രി ഇരിക്കുന്ന എല്ലാ വകുപ്പിൽ നിന്നും മുഖ്യമന്ത്രിക്ക് പറ്റുന്നതെല്ലാം മുഖ്യമന്ത്രി മുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി എന്നുള്ളൊരു പേരിനെ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലാക്കിക്കൊണ്ടാണ് ഈ മീഡിയ വൺ എന്ന് പറയുന്ന മഞ്ഞപ്പത്രം, മാധ്യമ പാപ്പരാസ് ഈ തന്തയ്ക്ക് പുറക്കാഴിയെ കാണിച്ചു വച്ചിരിക്കുന്നത്. ഇതിനെ ആ പേരിൽ തന്നെ പറയണം. അതായത് ഈ 2025 ഡിസംബറിൽ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന് 4 കോടി അനുവദിച്ച് ധനവകുപ്പ് എന്ന് പറഞ്ഞ അതേ ഈ മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ ഇന്ന് പറഞ്ഞിരിക്കുന്നത്, പോലീസിനായി വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ നിലനിർത്തണം, അതിൻ്റെ കുടിശ്ശികയൊക്കെ അടച്ച് വി സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഈ ഹെലികോപ്റ്റർ പോലീസിന് വേണ്ടിയിട്ട് നിലനിർത്തണം. അന്ന് ഈ മീഡിയ വൺ പറഞ്ഞിരുന്നത് എന്താണ്? പിണറായി വിജയന് വേണ്ടിയിട്ട്, പിണറായി വിജയൻ്റെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഹെലികോപ്റ്ററാണ്. ആ ഹെലികോപ്റ്റർ ഇത്രയും പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം എന്തിനാണ് പിണറായി വിജയൻ ഇങ്ങനത്തെ ആർഭാടം കാണിക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു അന്ന് മീഡിയ വൺ ഈ വാർത്ത പങ്കുവച്ചത്. അന്നത്തെ വാർത്തയും ഇന്നത്തെ വാർത്തയും ഒക്കെ നോക്കുന്ന സമയത്ത് ഇതിൽ വേറെ വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ കാണുന്നവനെ അച്ചാന്ന് വിളിക്കുന്നത് പോലെ ഈ ഇവർ ഇട്ടിരിക്കുന്ന ഇങ്ങനെയാണ്: പോലീസിനായി വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്തയച്ച് ഡി ജി പി. അപ്പോൾ അന്ന് പിണറായി വിജയന് വേണ്ടിയിട്ടായിരുന്നു ഈ വാഹനം, അല്ലെ ഈ ഒരു ഹെലികോപ്റ്റർ എടുത്തിരുന്നത്. ഈ ഹെലികോപ്റ്റർ പിണറായി വിജയൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്നത്തെ മാധ്യമ പാപ്പരാസികളെല്ലാം മെഴുകിയത്. അന്ന് ഒരു നല്ലൊരു പങ്ക് ഈ മാധ്യമങ്ങൾ തന്നെ പിണറായി വിരുദ്ധത പരത്താൻ വേണ്ടിയിട്ട് നല്ലൊരു പങ്ക് നമ്മുടെ ഈ കേരളത്തിൽ വഹിച്ചിട്ടുണ്ടെന്നൊരു കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. നല്ല രീതിയിൽ അവർ പങ്കെടുത്തു, അല്ല പങ്കുവഹിച്ചു. അത് നല്ല രീതിയിൽ ഫലം കണ്ടു. ഇന്ന് പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ പ്രതിപക്ഷ നേതാവായിട്ട് മാറി. അങ്ങനെ പ്രതിപക്ഷ നേതാവായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടും നല്ലൊരു പങ്ക് നമ്മുടെ മാധ്യമങ്ങളടക്കം കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് പാർട്ടിയിലുള്ള ആളുകൾക്കും തലയിൽ തലച്ചോറുള്ള ആളുകൾക്കും എല്ലാം മനസ്സിലായി എന്തിൻ്റെ പേരിലും എന്തിൻ്റെ പേടി കൊണ്ടുമാണ് ഈ രീതിയിൽ കളിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ളൊരു തീരുമാനം അവരെടുക്കുകയും ചെയ്തു, അല്ല അങ്ങനെ ഒരു തീരുമാനത്തിൽ അവരെത്തുകയും ചെയ്തു. അപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യന് വേണ്ടിയിട്ട് എടുത്ത ഹെലികോപ്റ്റർ എന്ന് പറയുമ്പോൾ ഇന്ന് എന്തുകൊണ്ടാണ് ഡി ജി പി ഈ കാര്യത്തിൽ ഇടപെട്ടിട്ട് പോലീസിനായി വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ഹെലികോപ്റ്ററിൻ്റെ കരാറ് അല്ലെങ്കിൽ അത് വീണ്ടും പുതുക്കിയെടുക്കണമെന്ന് പറയുന്നത്? അപ്പോൾ അന്ന് ഇത് പിണറായി വിജയന് വേണ്ടിയിട്ടായിരുന്നില്ല അല്ലേ എടുത്തത്, അത് പോലീസിന് വേണ്ടിയായിരുന്നു അല്ലേ?
പിന്നെ എന്തിനാണ് മാധ്യമ പാപ്പരാസികളെ അത് പിണറായി വിജയന് വേണ്ടിയിട്ട് പിണറായി വിജയൻ്റെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊന്ന് നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയത്? ഇത് കേട്ടുകൊണ്ട് ഇത് മാത്രം വിശ്വസിക്കുന്ന കുറേ അധികം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ ഒരു സംശയത്തിൻ്റെ നിഴലിലേക്ക് നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയായിരുന്നില്ലേ? അല്ലെ സംശയം കൊണ്ട് നിങ്ങളൊരു കോട്ട കെട്ടിക്കൊണ്ട്, അല്ലെ നിങ്ങളുടെ ഈ കുറേ നുണപ്രചരണങ്ങൾ കൊണ്ട് നിങ്ങൾ വലിയൊരു കോട്ട കെട്ടി ആ കോട്ടയുടെ നിഴലിൽ നിർത്തിയിരിക്കുകയല്ലേ കേരളത്തിലെ ഈ ഒരു നല്ലൊരു ശതമാനം ജനങ്ങളെയും. ആ ജനങ്ങളൊക്കെ വിചാരിക്കുന്നത് മീഡിയ വൺ പറയുന്നതാണ് ശരി, അല്ലെ മീഡിയ വണ്ണിൽ വരുന്ന വാർത്തകളാണ് ശരി, അല്ലെ നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളാണ് ശരി. അങ്ങനെ വരുമ്പോൾ അത് മാത്രം വിശ്വസിച്ചാൽ മതി. പിണറായി വിജയൻ ശരിയേ അല്ല, അയാൾ വലിയ തെറ്റാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹെലികോപ്റ്റർ കൊണ്ട് എന്തൊക്കെ ഗുണമുണ്ടായി എന്നുള്ളത് നമ്മൾ ഇടയ്ക്ക് കണ്ടതാണ്, നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല, പക്ഷെ നമ്മളത് കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. ആ സമയത്തൊന്നും നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നുണ്ടായിരുന്നില്ല. അന്ന് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യത്തെ എതിർക്കുകയും ചെയ്തേനെ, എന്താണ് അതിൻ്റെ വശങ്ങൾ നമ്മൾ പഠിക്കുകയും ചെയ്തേനെ, കണ്ടുപിടിക്കുകയും ചെയ്തേനെ. അപ്പോൾ ഇതിൽ ഞാനൊരു വാർത്ത നിങ്ങളെ കാണിച്ചു തരാം. 7 തവണ ജീവനുമായി പറന്ന മുഖ്യമന്ത്രിയുടെ വാടക ഹെലികോപ്റ്റർ കരാർ നീട്ടണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകി DGP. അതായത് 7 തവണ ജീവനുമായിട്ട് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വാടക ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വാർത്ത അവർ നോ ക്യാപ്പ് എന്ന് പറയുന്നൊരു പേജിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിലവർ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്: എത്ര പെട്ടെന്നാണ് ഈ ഒരു പിണറായിയുടെ ഹെലികോപ്റ്റർ സർക്കാരിൻ്റെ അല്ലെ പോലീസിൻ്റേതായത്? അല്ലെ മൗദൂദി കാളകൂടം, പണ്ട് ഇത് പിണറായി വിജയൻ്റെ ഹെലികോപ്റ്റർ, ഇപ്പോൾ ഇത് പോലീസിൻ്റെ ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും മറുപടി കൊടുക്കാൻ ആരും വരില്ലെന്നേ. ഇതിൻ്റെ ഒന്നും മറുപടി ആർക്കും ആവശ്യവുമില്ല. പിണറായി വിജയൻ ഭരണത്തിലുണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ അത് മതി. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട കാര്യം. ഞങ്ങളുടെ ജീവിതാഭിലാഷം, അല്ല അന്ത്യാഭിലാഷം എന്ന് പറഞ്ഞാൽ മരിക്കാൻ പോകുമെന്ന് പറയും. ജീവിതാഭിലാഷം തന്നെ അതായിരുന്നു. പിണറായി വിരുത്തുക, പരത്തുക. പിണറായി വിജയൻ ഇവിടെ ഉണ്ടാവാനേ പാടില്ല. ഞങ്ങളുടെ VD സതീശൻ, ചിരിക്കുന്ന മുഖ്യമന്ത്രി, ചിരിക്കുന്ന പൂക്കിമോൻ, അത് വേണം ഞങ്ങൾക്ക്. അതിനു വേണ്ടിയിട്ട് എന്തുവരെയും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. പിണറായി വിജയൻ ഇനി ഈ കേരളത്തിനെ കട്ടുമുടിച്ചു എന്നോ, അല്ലെ പൊതുഖജനാവിൽ ഇത്രയും കടമെടുത്ത് വെച്ചത് വീണ വിജയൻ്റെയും മുഹമ്മദ് റിയാസിൻ്റെയും കൂടി ഒരുമിച്ചുള്ള കല്യാണം നടത്താൻ വേണ്ടിയിട്ടാണെന്ന് വരെയും ഞങ്ങൾ കഥകൾ അടിച്ചിറക്കാം എന്നുള്ള രീതിയിലാണ് മാധ്യമങ്ങൾ ഈ പറയുന്ന കൊങ്ങികളോടൊപ്പം സംഖ്യകളോടൊപ്പം കയറി എന്ന് കളിക്കുന്നത്. ഇന്ന് മാധ്യമധർമ്മം എന്ന് പറയുന്നൊരു സാധനം വെറുതെ ഒരു കാശ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയായിട്ട് മാത്രം മാറിയിരിക്കുന്നതിൻ്റെ ഒരു നേർക്കാഴ്ച കൂടിയാണ് നമ്മളിതിൽ കാണുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഹെലികോപ്റ്റർ പിണറായി വിജയന് വേണ്ടിയിട്ട് എടുത്താണെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പ്രതിപക്ഷത്തിരുന്ന VD സതീശൻ, ഇന്ന് ഭരണപക്ഷത്തിരിക്കുന്ന അന്ന് പ്രതിപക്ഷമായിരുന്ന VD സതീശൻ അടക്കമുള്ള ആളുകൾ വലിയ മെഴുകലായിരുന്നു. എന്നാൽ ഈ ഹെലികോപ്റ്റർ ഉപയോഗപ്പെട്ടത് ആർക്കാണ്? സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്ക് അവരുടെ ജീവിതം നിലനിർത്താൻ വേണ്ടിയിട്ട്, 7 ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് സാധ്യമായത് ഇതേ ഹെലികോപ്റ്റർ തന്നെയാണ്. എന്തായാലും ഞാൻ ഒരു വീഡിയോ കൂടെ നിങ്ങളെ കാണിച്ചു തരാം. ഞങ്ങൾക്കൊരു സ്വപ്നതുല്യമായിട്ടുള്ള ഒരു സമയമായി തോന്നുന്നു ഇപ്പോ. ആദ്യം തന്നെ ദൈവത്തിനോട് നന്ദി പറയാണ്. ഇന്നിപ്പോ ഞങ്ങളൊരു ചിരിക്കുന്ന മുഖം ഉണ്ടെങ്കിൽ അമലിന്റെ വീട്ടുകാരെടുത്ത ആ തീരുമാനം കൊണ്ടാണ്. അതുകൊണ്ട് അവർക്ക് ഞങ്ങൾ ഹൃദയം നന്ദി പറയുന്നു. അമലിന്റെ ആത്മാവിന് അതിന്റെ തക്കതായ ആത്മശാന്തി ലഭിക്കാൻ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഹോസ്പിറ്റലിലുള്ള എല്ലാ അധികൃതർക്കും ഹൃദയം തുറന്ന് നന്ദി പറയുന്നു. അതേപോലെ ഇവിടെ അധികാരികൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു, സർക്കാരിനോട് ഇത് ഒരു വട്ടം ജസ്റ്റ് ഇൻഫോം ചെയ്യുന്നതിന് മുമ്പേ അവർ കംപ്ലീറ്റ് നടപടികൾ എടുത്തിരുന്നു. ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ തന്നെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും ആംബുലൻസ്, പോലീസ് എല്ലാവരും കൂടി ഒരു ഹാഫ് ആൻ അവറോട് കൂടിയിട്ട് എല്ലാ ഒരു ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയുള്ള എല്ലാ കംപ്ലീറ്റ് സെറ്റപ്പും അവർ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പോലീസ് മേധാവികളോട്ടെ സർക്കാരോട്ടെ മിനിസ്റ്റർ രാജീവിനോടാണ് നന്ദി പറയുന്നത്. അതുപോലെ പിണറായി സാറിനോട് നന്ദി പറയുന്നത്. ഞങ്ങൾക്ക് ഹെലികോപ്റ്ററിനെ വേഗം തന്നെ റെഡിയാക്കി തന്നതിന്. അതുപോലെ ആംബുലൻസ് വോളണ്ടിയേഴ്സ് അവരോടൊക്കെ നന്ദി പറയുകയാണ്. കണ്ടില്ലേ, സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും മുഖ്യനെ പറക്കാൻ ഹെലികോപ്റ്റർ ദൂരത്താണെന്ന് പറഞ്ഞ് നിങ്ങൾ ആക്ഷേപിച്ച മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ ഇന്ന്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററാണ് ഇന്ന് തുടിക്കുന്ന ഹൃദയവുമായി പറന്ന് വിലപ്പെട്ട ജീവനുകൾ രക്ഷിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. അന്ന് പിണറായി വിജയൻ്റെ ദൂരത്തിന് വേണ്ടിയിട്ട്, അല്ലെ പിണറായി വിജയൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിണറായി വിജയൻ കേരളത്തിൻ്റെ ഫണ്ട് എടുത്ത് പുട്ടടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മെഴുകിയ ആളുകൾ ഇന്ന് ഈ വാർത്ത കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു വാർത്ത കാണുമ്പോൾ അവർക്ക് നല്ലൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യത കൂടുതലായിരുന്നു. ആ ബുദ്ധിമുട്ട് അവർ നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്തു. ആരെ വെച്ചുകൊണ്ടാണ്? മാധ്യമങ്ങളെ വെച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അതിനെ വൈറ്റ് വാഷ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് എല്ലാം മോശമാണ്, ഇവിടെ കോൺഗ്രസ് ആണ് ഏറ്റവും നല്ലതെന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റി, അല്ലെങ്കിൽ കാര്യങ്ങൾ ആ രീതിയിലേക്കൊക്കെ വളച്ചൊടിച്ചു. അപ്പം മീഡിയ വണ്ണിൻ്റെ ഒരു ഇരട്ടത്താപ്പ് നിങ്ങളിവിടെ കാണുകയാണ്. നമ്മൾ ഓരോ ദിവസമായിട്ട് ഓരോരുത്തരെ പറ്റി ചർച്ച ചെയ്യുമ്പോഴും ഓരോരുത്തരുടെ ഇരട്ടത്താപ്പും ഡബിൾ ഫാദർ സിൻഡ്രോം ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലേ. റിപ്പോർട്ടർ ചാനലിലെ സ്മൃതീശൻ, സതീശനാദികൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന സ്മൃതീശനാദി എന്ന് വേണമെങ്കിൽ പറയാവുന്ന, അല്ലെ സ്മൃതീശനം നമുക്കെല്ലാം പറയാൻ പറ്റുന്ന ആ ഒരു പെൺകുട്ടി, അല്ലെ പെൺ ജേർണലിസ്റ്റ്, ആ കൊച്ചെന്താ ചെയ്യുന്നത്? VD സതീശനാണ് ശരി, പിണറായി വിജയൻ വളരെ മോശമാണ്, പിണറായി വിജയൻ എന്ത് ചെയ്താലും തെറ്റാണ്, അത് ഞാനൊരു പ്രോ ലെഫ്റ്റാന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ ഇടതിൻ്റെ അനുഭാവിയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് തോന്നിവാസം, എന്ത് തന്തയ്ക്ക് കഴിയാൻ പറയാമെന്ന് പറയുന്ന ഒരു രീതിയിലേക്ക്
ഈ പറയുന്ന മാധ്യമധർമ്മത്തിനെ കണ്ടുപിടിച്ചുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ വന്നിരുന്നുകൊണ്ട് നുണപ്രചരണങ്ങൾ നടത്താൻ ശ്രമിക്കുന്ന സ്മൃതി പരുത്തിക്കുരു അല്ലെ സ്മൃതി പരുത്തിക്കാട്. അപ്പോൾ ഇതിനൊക്കെ കുട പിടിച്ചുകൊണ്ട് ഇവരുടെ കൂടെ നിൽക്കാനായിട്ട് ഓരോ നേതാക്കന്മാരും ഈ കുട പിടിക്കുന്നതിനോടൊപ്പം ഇതിനെ കൂടുതൽ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ക്യാപ്സ്യൂൾസ് പരുവത്തിലാക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയ ഏതൊരു സോഷ്യൽ മീഡിയ എടുത്താലും അവർക്ക് ക്യാമ്പയിൻ എന്നാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഇട്ട് അതിൽ കുറച്ച് നല്ല അടിപൊളി മ്യൂസിക്കൊക്കെ കയറ്റി വേറെ രീതിയിലൊക്കെ കൊണ്ട് എഡിറ്റ് ചെയ്ത് പിണറായി വിരുദ്ധത എങ്ങനെയും പരത്തണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് ഈ ചെറിയ ചെറിയ തുക്കട ചാനലുകൾ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ ഈ ഒരു കാര്യം കാണുമ്പോൾ നിങ്ങൾക്ക് ദഹിച്ചൊന്നും വരില്ല. പക്ഷേ എത്ര പെട്ടെന്നാണല്ലേ എല്ലാം ജനങ്ങൾ മാറി മാറി ചിന്തിച്ചു തുടങ്ങുന്നത്. പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നൊരു സാധനം കിട്ടാതെ വരുമ്പോൾ അത് സർവ്വസാധാരണമാവുന്നു. പിന്നെ ഈ ബസ്സിലെ സൗജന്യ യാത്ര അത് നീട്ടി കൊണ്ടുപോകുമ്പോൾ അത് പ്രശ്നമില്ലാതെ വരുന്നു. പിന്നെ ഈ ആശമാരുടെ വേതനം കുറച്ച് കൊടുത്തതിൽ അത് പ്രശ്നമില്ലാതെ വരുന്നു. എല്ലാം ജനങ്ങൾ എത്ര പെട്ടെന്ന് മറന്നു തുടങ്ങാൻ ശ്രമിക്കുന്നത്, അല്ലെ ജനങ്ങൾ എത്ര പെട്ടെന്നാണ് ഇതെല്ലാം വിട്ടുകളയുന്നത്. വിദ്യാഭ്യാസ മേഖല തകർന്നു പോകുന്ന പ്രശ്നമില്ല, ആരോഗ്യ മേഖല തകർന്നു പോകുന്ന പ്രശ്നമില്ല, പലർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന അതൊന്നും ഒരു പ്രശ്നമല്ല. ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. പിണറായി ആയിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. ഈ പിണറായി വിരുദ്ധതയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകുമെന്ന് എനിക്ക് പറയാനുള്ളൂ. സുഹൃത്തുക്കളെ, നല്ല പണി കിട്ടാൻ പോവുകയാണെന്നുള്ളൊരു കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോയുടെ അവസാനിക്കണം. പുതിയൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ.